ഇന്ത്യയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണവുമായി പി.സി. ജോർജ്. സീറ്റ് തരാമെന്ന് വിളിച്ചു വരുത്തിയ ഒരു നേതാവിനോട് 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും പി.സി. ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാവ് ജാവ്ദേക്കർ താങ്കളെ വീട്ടിൽ വന്ന് സന്ദർശിക്കുകയുണ്ടായി. ഏതെങ്കിലും തരത്തിൽ പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട അതൃപ്തി പരിഹരിക്കാനുള്ള കൂടിക്കാഴ്ചയായിരുന്നോ അത്? ഈ ഒരു അബദ്ധം പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. കാരണം പത്തനംതിട്ട സീറ്റ് തമ്മിൽ ഞാനും തർക്കങ്ങളൊന്നും ഇല്ല. ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആരോടും ചോദിക്കും ഞാൻ അങ്ങനെ സീറ്റ് വേണമെന്ന് പറഞ്ഞ് സീറ്റ് തന്നാലും എനിക്ക് നിൽക്കാൻ പറ്റാത്ത പൊസിഷനായിരുന്നു. അതൊന്നും പുറത്ത് പറയാത്തതായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് കാരണം എല്ലാ 7 നിയമമുള്ളതും പി.സി. ഓർ നിൽക്കണമെന്നൊരു വികാരം വന്നപ്പോൾ ഞാനും വെള്ളത്തിലായി. അപ്പം പോളിൽ നിന്ന് എന്നോട് നിൽക്കാൻ പറയാൻ നിൽക്കാതിരിക്കാൻ പറ്റില്ല. നിന്നാൽ എൻ്റെ ഗതി എന്നാന്ന് എനിക്കറിയാം. അതായിരുന്നു. അതുകൊണ്ട് സത്യമായി അങ്ങനൊരു പ്രശ്നമല്ല. അവിടെ ജാവദ്കർ വന്ന് മൊത്തമായ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ബി.ജെ.പിയുടെ നില എങ്ങനെ ഭദ്രമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പത്തനംതിട്ടയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. പത്തനംതിട്ട മാത്രമല്ല, കേരളത്തിലെ 20 നിയമങ്ങളത്തെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഒരു യഥാർത്ഥ ചിത്രം എന്നാണെന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. കാരണം ഇനി ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോഴേ പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്നെ കുറ്റം പറയുകയില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരെയൊക്കെ താങ്കൾ ഈ അടുത്ത ദിവസം തന്നെ സന്ദർശിക്കുകയുണ്ടായിരുന്നു? അത് അങ്ങനെ കണക്കാക്കണ്ട. പക്ഷേ അതേപോലെ സംസാരിച്ച ഭാഗമായിട്ട് തന്നെ ഈ പിതാക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ കണ്ടിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചന്ദ്രശേഖരൻ മത്സരിക്കുക നമ്മുടെ തിരുവനന്തപുരം, അങ്ങനെപ്പോലുള്ള ആളൊക്കെ ജയിക്കുക എന്നുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും നായരുടെയും ഈഴവൻ്റെയും എല്ലാവരുടെയും ആവശ്യമാണ്. മനസ്സിലാക്കണം. അതായത് ഒരു ആളുടെ മാത്രമല്ല. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും സ്വാധീനമുള്ള മോദിയുടെ അടുത്ത ആളായിട്ടുള്ള അടുത്ത തവണ ക്യാബിനറ്റ് മന്ത്രിയാകാൻ പോകുന്ന ആളാണ്. അങ്ങേര് ഇന്ന് 15 സ്കൂളിന് കൊടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന് അപേക്ഷ കൊടുത്ത് 8,000 രൂപ കിട്ടുന്നു. നമ്മുടെ എത്രയോ സ്കൂളുകളുണ്ട്. കേരളത്തിൽ ഇതൊന്നും വരാൻ ഈ പിണറായി സമ്മതിക്കുകയല്ലോ. അതൊക്കെ അതിന് വിട്ട് ഈ ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി അതെല്ലാം ജനങ്ങളിലെത്താൻ പോവുകയാണ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് അങ്ങയോട് പറയുകയും, എന്നാൽ ഇപ്പോൾ കോട്ടയം അടക്കമുള്ളടങ്ങളിൽ എൻ.ഡി.എയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ പോലും താങ്കളുടെ അസാന്നിധ്യം വലിയ തരത്തിൽ ശ്രദ്ധയായി. അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ബി.ജെ.പിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ്റെ സാന്നിധ്യത്തിലല്ലേ ഉദ്ഘാടനം. പിന്നെ ഇപ്പോൾ ഞാനതിന് പങ്കെടുക്കേണ്ട കാര്യം എന്താ? ബി.ഡി.എസുമായിട്ടുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ താങ്കൾ വിളിക്കാതിരുന്നാണോ? എന്നെ വിളിച്ചില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അസ്വാരസ്യം തന്നെ ബി.ജെ.പി അല്ലല്ലോ. ഞാൻ ബി.ജെ.പി പ്രവർത്തകനാണ്. ബി.ജെ.പി എന്ന നിലയിൽ അത് ബി.ജെ.പിയോടൊപ്പം ചേർന്ന് ഒട്ടി നിൽക്കുന്ന ഒരു കക്ഷിയാണ് ബി.ഡി.ജെ.എസ്. അങ്ങനെ ഒത്തിരി കക്ഷികളുണ്ടെന്ന്. ബി.ഡി.ജെ.എസ് പോലെ എത്രയോ കക്ഷികളുണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്. അതിൽ ഒട്ടി നിൽക്കുന്ന കക്ഷിയിൽ എല്ലാ പരിപാടിക്കും പോകണമെന്ന് പറഞ്ഞാൽ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് അത് വലിയ ആനക്കാരിയില്ല. അപ്പോൾ അതായത് ബി.ഡി.എസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണ രംഗത്ത് താങ്കൾ ഉണ്ടാകുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ എല്ലായിടത്തും പോകാൻ ഞാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യമാണ് ചെല്ലേണ്ടതെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പാർട്ടിയിൽ നിന്ന് നിർദ്ദേശിക്കും. പാർട്ടിയുടെ നിർദ്ദേശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകുള്ളൂ. അല്ലാതെ ഞാൻ പോകുന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ പറയാൻ എനിക്ക് പറ്റുകയില്ല. പാർട്ടിയുടെ ഡയറക്ഷൻ വരും. ആ ഡയറക്ഷനുള്ള സ്ഥലങ്ങളിൽ പോയി ഞാൻ പ്രചരണ രംഗത്ത് ശക്തമായിട്ടുണ്ടാവും. ബി.ജെ.പി ചില ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം പ്രഖ്യാപനം വൈകുന്ന തരത്തിലേക്ക് പോവുക. പക്ഷെ അവിടെയെല്ലാം ഈ സീറ്റ് വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്ന ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ബി.ജെ.പി സീറ്റ് കച്ചവടം ചെയ്യുന്നത് പറയരുത്. ബി.ജെ.പി ഒരിക്കലും വിൽപ്പനയൊന്നും നടത്തില്ല. പക്ഷേ ഘടകകക്ഷികളെന്ന് പറഞ്ഞ് ബി.ജെ.പിയിൽ നിന്ന് സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം എനിക്കൊരു കേസ് അറിയാം. 2 കോടി രൂപ ചോദിച്ചു, സീറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ 2 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അവൻ ജീവനും കൊണ്ട് കാറൊക്കെ സ്ഥലം വിട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതായത് ഘടകകക്ഷിയുടെ സീറ്റ് ഘടകകക്ഷി കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ്. എല്ലാ ഘടകകക്ഷിയില്ല. ഒരു ഘടകകക്ഷിയുടെ എനിക്കറിയാം. ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല പാർലമെന്ററി രംഗത്ത് അങ്ങയുടെ ദീർഘകാലത്തെ ഒരു പരിചയം, ഒപ്പം ഈ ബി.ജെ.പി പ്രവേശനത്തിൽ താങ്കൾക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല എന്ന തോന്നലുകൾ എന്തെങ്കിലും തരത്തിലുണ്ട്? 100% ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറത്തുള്ള അർഹമായ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. വളരെ മാന്യമായ സമീപനമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിനുള്ളത്.
എന്നോടുള്ള സമീപനത്തിൽ ഞാൻ 100% സംതൃപ്തനാണ്. എന്നെ വിശ്വസിക്കും. എന്തായാലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് എത്തുകയും സംഘടനാ തലത്തിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനപ്പെട്ട വ്യക്തികളെ പോയി കണ്ട് ബി ജെ പിയുടെ അടിത്തറ ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുഴുകാനാണ് പി സി ജോർജിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്യാമറാമാൻ രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.